സിനിമാ നടൻ ജി കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണക്കടയിൽ നിന്ന് പണം തട്ടിച്ച സംഭവത്തിൽ കുറ്റാരോപിതരായ ജീവനക്കാരായ യുവതികൾ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിൽ. വ്യാഴാഴ്ച കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. ഇവരെ ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്നാണ് തിരുവനന്തപുരം പോലീസ് പറയുന്നത്. അതിനിടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതായി DGP ഉത്തരവിറക്കി. കൃഷ്ണകുമാറിൻ്റെ പരാതിയിലെടുത്ത കേസും അദ്ദേഹത്തിനെതിരെ ജീവനക്കാരായ യുവതികളുടെ പരാതിയിലെടുത്ത കേസുമാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. മലയാളം സിനിമാ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന O/OC എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തട്ടിപ്പ് ആരോപണമുയർന്നത്. 3 വനിതാ ജീവനക്കാർ ചേർന്ന് 69 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിൻ്റെ പരാതി. എന്നാൽ കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കിയെന്നാണ് ജീവനക്കാരായ യുവതികൾ പരാതിപ്പെട്ടത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസായിരുന്നു കേസുകൾ അന്വേഷിച്ചു വന്നത്. ഇതാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുവാൻ DGP ഉത്തരവിട്ടിരിക്കുന്നത്. നികുതി വെട്ടിക്കാനായിട്ടാണ് പണം തങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ഉടമസ്ഥയായ ദിയയ്ക്ക് നൽകിയുമെന്നുമാണ് ജീവനക്കാർ നേരത്തെ നൽകിയ മൊഴി. പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജീവനക്കാരികൾ അവരുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി നൽകിയിട്ടുമുണ്ടെന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ നികുതി അടച്ചതിൻ്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും പിതാവ് കൃഷ്ണകുമാറും പ്രതികരിച്ചു. സംഭവം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും താൻ BJP നേതാക്കളെയോ പ്രവർത്തകരെയോ സഹായം തേടി വിളിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയെയാണ് സമീപിച്ചതെന്നും നടൻ കൃഷ്ണകുമാർ പറഞ്ഞു. എന്തായാലും കേസ് ഇപ്പോൾ DGP സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇനിയുള്ള കേസിൻ്റെ മുൻ നടപടിക്രമങ്ങൾ കേരള സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക. എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ കേസ് കണ്ടുപിടിച്ച് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്കായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ. നന്ദി, താങ്ക് യു, നമസ്കാരം.